ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ലുലു മാളിൽ പോയി ഗൈസ്. അപ്പം ഇന്ന് ലുലു മാളിൽ പോയപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ കണ്ടു ഗൈസ്. പക്ഷേ ഞാൻ എസ്കലേറ്ററിൽ കയറിയിട്ട് എനിക്ക് ആദ്യമേ പേടിയായിരുന്നു. അപ്പം ഞാൻ ഈ എസ്കലേറ്ററിൽ നോക്കി നടക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ ചാടിയൊക്കെ ഇറങ്ങിയിരുന്നു. പിന്നെ ഓക്കെ ആയി. പിന്നെ അമ്മ ബാഗ് നോക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ ബാഗിന് സെഷനിലേക്ക് പോണതിന് മുന്നേ എൻ്റെ ബാഗിൻ്റെ സെഷനിൽ പോയി. അപ്പോൾ ഞങ്ങളിതാ എൻ്റെ ബാഗൊക്കെ എടുത്ത് അമ്മക്ക് ബാഗ് നോക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അത് ക്രോപ്സ് കണ്ട്. അപ്പോൾ അവിടെയും കയറി. അപ്പോൾ അവിടെ കയറി ക്രോപ്സ് കുറേ നോക്കിയപ്പോൾ അതേ അമ്മേൻ്റെ ബാഗ് കിടപ്പുറത്ത്. അപ്പോൾ അപ്പുറത്തുനിന്ന് ബാഗും നോക്കി. അമ്മക്കാണെങ്കിൽ ഒരെണ്ണം നോക്കിയിട്ടും തൃപ്തിയാകുന്നില്ല. പിന്നെ ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടി നടന്നു. ഞാൻ എടുത്തേണ്ട അതും പറ്റിയില്ല. പിന്നെ ഞാൻ ടെഡി എടുക്കാൻ വേണ്ടി ഓടി കേസ്. ഇപ്പം ടെഡി എടുത്ത് ഞാൻ ഓടിച്ചെന്ന് ഈ ഒരു പാണ്ടേനെ എടുത്ത്. അവിടെ നിന്ന് അപ്പം അമ്മ പറഞ്ഞു അത് എടുക്കണ്ട, ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം എടുക്കുക, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷീസിനല്ലേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന്. അപ്പം ഞങ്ങളത് പോയി എടുക്കാതെ വേറെ ക്രാഫ്റ്റ് ഐറ്റംസിലേക്ക് നോക്കി നടന്നപ്പോൾ അവിടെ ഒരു കണ്ണാടി കിടന്നു. ഞാൻ അമ്മേനോട് അതും പറഞ്ഞിട്ട് ഇടയ്ക്കിരുന്നു ഈ അമ്മ കണ്ണാടി. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ട് ഈ കൊടയൊക്കെ വാങ്ങി. പിന്നെ ഒരു സാധനത്തിൽ പോയി. ഇത് നിങ്ങൾ ആരും പോകല്ലേ, ഇതിൽ പറ്റിപ്പാണ് ഗൈസ്, പറ്റിപ്പ്. ഞാൻ പോയിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല. പിന്നെ കുറേ ഇട്ട് കറക്കി. അതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ KFC പോയി KFC കഴിച്ചു ഗൈസ്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ക്രാഫ്റ്റ് ഐറ്റംസിലൊക്കെ ചെന്ന്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു ഐറ്റംസ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എസ്കലേറ്ററിൽ കയറി ഇറങ്ങിയായിരുന്നു ഞങ്ങളുടെ പണി. അവിടെ കയറി ഞാൻ ഡാൻസൊക്കെ കളിച്ച് വന്നിട്ട് ഞാൻ ഇറങ്ങി കയറിപ്പോയി. അമ്മക്കായിരുന്നെങ്കിൽ പേടിയായിരുന്നു. അച്ഛനെ കയ്യിലും പിടിച്ചിട്ട് ഇടയ്ക്കായിരുന്നു. പിന്നെ ഞാൻ അമ്മക്ക് ബുക്സൊക്കെ കണ്ടെങ്കിലും അങ്ങോട്ട് പോയില്ല. അച്ചായി പറഞ്ഞു ഇങ്ങോട്ട് ആദ്യം വീട്ടിൽ ഇരിക്കണ ബുക്ക് എടുത്ത് വായിച്ച് തീർക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം സെഷൻ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി ഞാൻ. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞാൻ അങ്ങോട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അതാ ഇന്നാതിരൊരു സാധനം കണ്ട്. പിന്നെ ഞാൻ ഫ്രോക്കായിരുന്നു ഇട്ടേച്ചത്, അതുകൊണ്ട് എനിക്ക് അതിൽ കയറാൻ പറ്റില്ല. ആ ഒരു കറങ്ങണ സാധനത്തിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ആ ഏറി നിന്നിട്ട് എൻ്റെ കൈ വനക്കാൻ പറ്റില്ല, കാല് വനക്കാൻ പറ്റില്ല നിന്നത്. ഞാൻ അടിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അടിയിലെ സാധനവും കൂടെ താന്നുപോയി. പിന്നെ എൻ്റെ കാലിങ്ങനെ പൊക്കി വെച്ചേക്കായിരുന്നു. ഞാൻ തല ഇറങ്ങിയിട്ട് വയ്യായിരുന്നു. പിന്നെ ഒരു കണക്കിന് ഇറങ്ങിയൊക്കെ വന്ന്. പിന്നെ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ, വൈൻഡപ്പ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.